ഹലോ, ഇതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ഹോം ടൗൺ, ഞാൻ ഈരാറ്റുപേട്ടയിലാണല്ലോ, അപ്പം നമ്മുടെ ടൗണിലേക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താണ്, അത്തച്ചി പറഞ്ഞു ടൗണിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫ്രീ ആയിട്ട് ഓട്ടോ ഒക്കെ പിടിച്ച് ഒന്ന് പോകണം. അപ്പോൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഈ വീഡിയോയിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പല പല ഷോപ്പുകളിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തി ആവാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, പല പല രീതികളിലായിട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. വീഡിയോ എന്ന് പറയുന്നത് പല പല പാർട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ പോകുന്നത് ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലേഡീസ് സ്റ്റോർ ഉണ്ട് ഈരാറ്റുപേട്ടയിൽ, അൽഫോൺസ ലേഡീസ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നത് ഈ ഒരു ലേഡീസ് സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അൽഫോൺസയുടെ ഉള്ളിലേക്ക് കയറി. പ്രത്യേകിച്ച് ഒരു വലിയ പർച്ചേസോ കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേനും കുറച്ച് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ഐറ്റംസ് വാങ്ങിക്കും. അപ്പോൾ ആ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിലിപ്പോൾ തീർന്നു. അപ്പോൾ അത് വീണ്ടും വാങ്ങിക്കാനായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം വാങ്ങിക്കലാണ്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ ഐറ്റംസൊക്കെ എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേനും ഇതുപോലെ കൂടുതൽ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു ലേഡീസ് സ്റ്റോർ പർച്ചേസും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ സെലക്ട് ചെയ്ത ഐറ്റംസ്, ഞാൻ വാങ്ങിയ ഐറ്റംസ് ഒരു ചെറിയൊരു അൺബോക്സിങ് പോലെ ഞാൻ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും അത് പറഞ്ഞു പോവാത്തത്. പിന്നെ ഞാൻ അവരെന്തെങ്കിലും വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹെയർ ആക്സസറി സെക്ഷൻ്റെ അങ്ങോട്ട് പോയതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദുബായിൽ ഇതൊക്കെ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് വളരെ ചീപ്പ് പ്രൈസിന് നമ്മുടെ വളയും മാലയും അതുപോലെ തന്നെ ഹെയർ ബോസും ആക്സസറീസും എല്ലാ ഐറ്റംസും ഈസിലി അവൈലബിൾ ആണ്. അത് ദുബായിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നാട്ടിൽ ഈ വക ഐറ്റംസൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ അൽഫോൺസ ലേഡീസ് സ്റ്റോറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐറ്റംസിനൊക്കെ റേറ്റ് ഒരല്പം കൂടുതലാണ്, പക്ഷേ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ക്വാളിറ്റി വൈസ് നല്ല സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ എൻ്റെ വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയതിന് ശേഷം ഞാൻ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ വീട്ടിലെത്തി. അതിന് ശേഷം ഞാൻ വാങ്ങിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയ പർച്ചേസായിരുന്നു. അപ്പോൾ ഈ ലാക്മേയുടെ ഐക്കോണിക് കാജൽ എന്ന് പറയുന്നത് ഞാൻ കൂടുതലും നാട്ടിൽ നിന്നാണ് എടുക്കാറ്. ഇവിടെ എനിക്ക് തോന്നുന്നു 180 റുപ്പീസോ 150 റുപ്പീസൊക്കെയാണ്. പക്ഷേ അത് ദുബായിൽ ഒരു 700 റുപ്പീസൊക്കെയാണ് പെർ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടെ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാജൽ പരമായിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ സാധാരണ നാട്ടിൽ വരുമ്പോഴാണ് എടുക്കാറ്. പിന്നെ ഇങ്ങനെ ലേഡീസ് സ്റ്റോറിൽ വരുമ്പോഴത്തേനും ഞാൻ ഫേസ് വാഷ് അതുപോലെ തന്നെ ഫേസ് ക്രീം കാര്യങ്ങളൊക്കെ കൂടുതലും നാട്ടിൽ നിന്നാണ് കൊണ്ടുപോകാറ്. പിന്നെ അങ്ങനെയുള്ള ഓരോരോ ഐറ്റംസ്. ബഡ്സ്, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ബഡ്സ് തീർന്നിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് അത് ഞാനൊരു ചെറിയ ബഡ്സ് എടുത്തതാണ്. പിന്നെ സാറാക്ക് കുറച്ച് സ്റ്റിക്കറുകൾ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് അവൾ എന്നോട് പറഞ്ഞു വിട്ടത് കൊണ്ട് കുറച്ച് ക്യൂട്ടായിട്ട് 1-2 ടൈപ്പ് കാർട്ടൂൺ പരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൽ സൈറൂന് വേണ്ടിയിട്ട് വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ക്ലിപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഒരു ചെറിയൊരു ലിപ്സ്റ്റിക്ക്, അത് സാറ ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേനും എനിക്ക് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ആഗ്രഹത്തിന് ഒരു ചെറിയ ഒരു ലിപ്സ്റ്റിക്ക്, അത് അവൾക്ക് എന്നും യൂസ് ചെയ്യാൻ കൊടുക്കാനല്ല, എൻ്റെ കൺട്രോളിൽ അവൾക്ക് വല്ലപ്പോഴും ഒന്ന് തൂത്ത് കൊടുക്കാനായിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇതൊക്കെയുള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വളരെ പർച്ചേസിങ് വ്ളോഗ് ഇതിൽ മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് പല പല പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.